ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾക്ക് നമസ്കാരം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾക്ക് വലിയൊരു മഹാഭാഗ്യമാണ് സിദ്ധിച്ചിരിക്കുന്നത്. കാരണം ശ്രീ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വൃന്ദാവനത്തിൽ സ്ഥിര താമസമാക്കിയിട്ടുള്ള ശ്രീല പ്രഭുപാദരുടെ ശിഷ്യനായിട്ടുള്ള രാധാഗോവിന്ദ മഹാരാജൻ്റെ ഡിസൈപ്പിൾസ് 2 പേര്. മാതാജി ഇനീഷ്യേറ്റ് നെയിം എന്താ? ഇനീഷ്യേറ്റ് നെയിം കൃഷ്ണപരാദേവിദാസി ചരൺ സരോജ് ദാസ് പ്രഭു. അവർ ഭഗവാനെ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ ആ വൃന്ദാവനത്തിൽ അവർ ഇത്രയും കാലം താമസിച്ചിട്ട് അവർക്ക് എന്താണ് അനുഭൂതികൾ ലഭിച്ചതെന്നുള്ളതും നമ്മൾ അതൊന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ വൃന്ദാവനിൽ ഒരു 25-30 കൊല്ലമായിട്ട് എല്ലാ വർഷവും പോകുന്നുണ്ട്. ചിലപ്പോൾ ഒരു പ്രാവശ്യത്തിൽ 2 പ്രാവശ്യം പോകും. അങ്ങനെ ഇപ്പോൾ ഒരു 3 കൊല്ലമായിട്ട് ഞാൻ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. അവിടുത്തെ താമസം എന്ന് പറഞ്ഞാൽ ആനന്ദമാണോ പരമാനന്ദമാണോ എന്താ പറയേണ്ടതെന്നറിയില്ല. പക്ഷേ വളരെ സന്തോഷത്തോടെയുള്ളൊരു ഇതാണ് അവിടെ. എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടട്ടെ എന്നുള്ള ആഗ്രഹവും എനിക്കുണ്ട്. കാരണം നമ്മളത് അനുഭവിക്കുമ്പോൾ തോന്നുന്നു എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടട്ടെ എന്ന്. അത്ര നല്ലൊരു അനുഭൂതിയാണ് അവിടുത്തെ. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് അവിടെ വന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അവിടെ താമസിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഒരുപാട് വലുതധികമാണ്. ഞാൻ ഗുരുവായൂർ ഒരു വർഷത്തിൽ 1 പ്രാവശ്യം വൃന്ദാവൻ വിട്ട് വരാറേ ഉള്ളൂ. കാരണം അത് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തൊഴാനാണ്. ഇവിടുന്നാണ് ഇനി അങ്ങോട്ട് വിട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ വർഷത്തിൽ 1 പ്രാവശ്യം ഗുരുവായൂരപ്പനെ കാണാൻ വരുന്നുണ്ട്. അല്ലാണ്ട് ഞാൻ വൃന്ദാവനം വിട്ട് വെളിയിൽ പോകാറ് പതിവില്ല. അവിടെ തന്നെ അധികം ഇരിക്കുകയാണ് ചെയ്യുന്നത്. മാതാജിയുടെ സ്വന്തം സ്ഥലം കേരളത്തിലാണ്. കേരളത്തിൽ വൈക്കത്താണ് സ്വന്തം സ്ഥലം. അപ്പോൾ എങ്ങനെയാണ് ഈ ഗുരുമഹാരാജായിട്ട് പരിചയപ്പെടാനും ദീക്ഷ കിട്ടാനും അതിനൊക്കെ സാഹചര്യം എങ്ങനെ ഉണ്ടായത്? എൻ്റെ കല്യാണം വരെ ഞാൻ ഗുരുവായൂരപ്പനെ മാത്രമേ അറിയുള്ളായിരുന്നു. അത് അങ്ങനെ ഒരു ഇതിലായിരുന്നു. പിന്നെ വൈക്കത്തപ്പൻ ശിവനും പാർവതി ദേവി അതായിരുന്നു ചെറുപ്പം മുതൽ പോയിക്കൊണ്ടിരുന്ന ഒരമ്പലം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ബോംബെയിൽ എന്നെ കൊണ്ടുപോയി. കൂടുതലും എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നേക്കണത് ഭർത്താവാണ്. അവർ ആദ്യം മുതലേ പ്രഭുപാദിൻ്റെ ബുക്കെല്ലാം വായിച്ച് അതിനോട് ഭയങ്കര ദീക്ഷ ഇനീഷ്യേഷൻ എങ്ങനെയാണ് മാതാജി അതിൽ വന്നത് എന്നുള്ളതും ഗുരുമഹാരാജിന് എന്തെല്ലാമാണ് സേവകൾ ചെയ്തിരുന്നതെന്നും അതും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. മഹാരാജിനെ ഞാൻ ബോംബെയിൽ ഡോംബൂലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. മഹാരാജ് അവിടെ ഒരു ഭക്തൻ്റെ അടുത്ത് വരുമായിരുന്നു. അപ്പോൾ ഞങ്ങളെ ആ ഒരു ഭക്തൻ മാറുപ്രഭു എന്ന് പറയും പേര്, ശിക്ഷാഗുരു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോകുമ്പോൾ മഹാരാജ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് മഹാരാജിനെ അവിടെ നിന്ന് പരിചയപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് നമസ്കരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഭാഗവതപ്രിയ ആകട്ടെ എന്ന് പറഞ്ഞായിരുന്നു എന്നെ അനുഗ്രഹിച്ചത്. അതിലൂടെ മഹാരാജിനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ അവസരം ഉണ്ടായി. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ദീക്ഷ എടുക്കാൻ ആഗ്രഹിച്ചു. 1996-97 എൻ്റെ ദീക്ഷയായി. പിന്നെ മഹാരാജ് ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരുന്നിരുന്നു. പിന്നെ എനിക്ക് രാധാകൃഷ്ണനെ തന്നിരുന്നു, സേവയ്ക്ക് തന്നു. ഒരു 15-20 കൊല്ലത്തോളമായി ഞാൻ രാധാകൃഷ്ണൻ്റെ സേവ ചെയ്യുന്നുണ്ട്. എനിക്ക് ഗുരുമഹാരാജ് സേവ ചെയ്യാൻ വേണ്ടി തന്നതായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ആ സേവ ഇന്നും മുടങ്ങാതെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. എല്ലാ വർഷവും ഭഗവാന്റെ ബർത്ത്ഡേ, ജൂലൻ യാത്ര അത് 2ഉം ചെയ്യണമെന്ന് എന്നോട് മഹാരാജ് തന്നപ്പോൾ പറഞ്ഞു. ഇപ്പോഴും ഞങ്ങളതെല്ലാം നല്ലപോലെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. മഹാരാജിനെ ഇന്നും ഞങ്ങൾ വളരെ ഇതായിട്ട് തന്നെ സേവ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എന്ത് സേവ മഹാരാജിന് വേണ്ടി ചെയ്യാൻ കിട്ടുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഗുരുവായൂരപ്പനും മഹാരാജൊക്കെ ആയിട്ടുള്ള ബന്ധം മഹാരാജിനെ, എൻ്റെ ഗുരു മഹാരാജിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ
കുറച്ച് ചുരുക്കി പറയാം. മഹാരാജിന് ഞങ്ങളൊരുക്കെ പാരാലിസിസ് വന്നു കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ഇവിടെ ആയുർവേദ കോട്ടയ്ക്കലിൽ അഡ്മിറ്റ് ചെയ്തപ്പം എൻ്റെ പ്രഭുജി ഒരു ബുക്ക് കൊണ്ടു കൊടുത്തു, നാരായണീയം. അദ്ദേഹം ഇവിടെ എന്തായാലും റെസ്റ്റ് എടുക്കുമല്ലേ, വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. വായിച്ചു, കുറേ അധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് വായിച്ചതോടുകൂടി പിന്നെ ഗുരുവായൂർ വരണം എന്നുള്ള ആഗ്രഹം വന്നു. ഞങ്ങൾ ഗുരുവായൂർ കൊണ്ടുവന്നു. 100 ദിവസം കൊണ്ടാണ് പട്ടതിരിപ്പാട് എഴുതിയെന്നാണ് മനസ്സിലാക്കി. പല പല സമയത്താക്കി 100 ദിവസം ഇവിടെ താമസിച്ചു അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ. അതെല്ലാം ഗുരുമഹാരാജിന് വേണ്ടിയിട്ട് ഒരു സേവ ചെയ്യാൻ ഞങ്ങൾക്കൊരവസരം കിട്ടിയത് വളരെ സന്തോഷമായിട്ട് ഇപ്പോഴും ഞങ്ങൾ ഓർമ്മിക്കുന്നു അതൊക്കെ. ഇവിടുത്തെ ഗുരുവായൂർ ഇസ്കോണിലെ പ്രസിഡൻറ്റ് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, രാധാഗോവിന്ദ മഹാരാജ് 100 ദിവസം ഇവിടെ താമസിച്ചു എന്നുള്ളതും നാരായണീയം വളരെ ഗഹനമായിട്ട് പഠിച്ചു എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നാരായണീയത്തിനെ കുറിച്ച് പറയാൻ അനേക കാര്യങ്ങളുണ്ട്. യഥാർത്ഥ റിയലൈസേഷൻ കിട്ടിയത് ഗുരുവായൂരപ്പനും ശ്രീമൽ ഭാഗവതവും അതേപോലെ വൃന്ദാവനത്തിലെ കൃഷ്ണനും നാരായണീയം ഒന്നാണ് എന്നുള്ളത് ഒരു സാക്ഷാത്കാരം അദ്ദേഹത്തിന് ഇവിടെ കിട്ടിയത് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ചിട്ടാണ് എന്നുള്ളത് അദ്ദേഹം പറയാറുണ്ട് എന്ന്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു മഹാരാജിൻ്റെ ഡിസൈപ്പിൾസ്, അതായത് ഇവർ ലാൽ ഗോവിന്ദാസ് പ്രഭു അതേപോലെ അമരേന്ദ്ര പ്രഭു അവരുടെയൊക്കെ അതേ ഗുരുനാഥൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് നല്ല ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് മാതാജിയും പ്രഭുവായിട്ട് കാണാനും സംസാരിക്കാനും. പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്നുണ്ടെങ്കിൽ ഭാഗവത സപ്താഹം വായിക്കുകയാണ്. അതുകൊണ്ട് വൃന്ദാവനത്തിലൊന്ന് ദർശനം കഴിച്ചു പോരാമെന്ന് കഴിഞ്ഞ വർഷം വിചാരിച്ചു. ആ സമയത്ത് പെട്ടെന്ന് തലേ ദിവസമാണ് തീരുമാനിച്ചത് നമുക്കൊരു സപ്താഹം വായിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ നീലമണിയുടെ രാധാ നീലമണി ആ ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് അന്ന് വളരെ ചുരുക്കത്തിലാണ് സപ്താഹം വായിക്കണമെന്ന് വിചാരിച്ചതുണ്ടെങ്കിലും അത് വലിയൊരു സപ്താഹമായിട്ട് മാറി, ആനന്ദമയമായ അവസ്ഥയായിട്ട് മാറി. കാരണം അവിടെ തൊട്ടടുത്താണ് രാധാശ്യാമസുന്ദർ ഭഗവാനെ പൂജിക്കുന്ന പണ്ഡിറ്റ്ജിയുടെ വീട്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു സഹകരണം, പിന്നെ അവിടെ അടുത്തുള്ള പുരി മഹാരാജിൻ്റെ ശിഷ്യന്മാരായിട്ട് അങ്ങനെ ഉള്ളവർ അവർ വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ മാതാജിയുടെ തന്നെ കുറച്ച് സുഹൃത്തുക്കളായിട്ടുള്ളവർ അവരെല്ലാവരും കൂടി ഒന്നിച്ച് പല പല മഹാരാജന്മാരുടെ ശിഷ്യന്മാർ അങ്ങനെ ഒന്നിച്ച് നല്ലൊരു അനുഭൂതിയായിരുന്നു അവിടുത്തെ സപ്താഹം. അതാണ് മാതാജിയുടെ ഒരു ആഗ്രഹപ്രകാരമാണ് ആ സപ്താഹം നടത്തിയത്. അപ്പോൾ അതിലും അങ്ങനെ അവർ ഗുരുവായൂരപ്പനെ കാണാൻ വന്നു. ഞങ്ങൾ വൃന്ദാവനത്തിൽ കൃഷ്ണനെ കാണാൻ പോകണു. അപ്പോൾ എന്തോ ഒരു പൂർവ്വജന്മത്തിലുള്ള ഒരു ബന്ധമാണത് എന്ന് തോന്നുന്നു. ഭഗവാൻ നിശ്ചയിച്ചതായിരിക്കും അത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാതാജി കഴിഞ്ഞ കൊല്ലം കാർത്തിക് മാസത്തിൽ മാതാജി വൃന്ദാവനിൽ വന്നു, സപ്താഹം വായിച്ചു. അതിൻ്റെ ആ ഒരു ആനന്ദം കൊണ്ട് എനിക്ക് എല്ലാ വർഷവും കാർത്തിക്കിൽ വയ്ക്കണമെന്ന് മോഹമുണ്ട്. ഞാൻ മാതാജിയോട് ഒരുപാട് തിരക്കിലുള്ളതാണ് മാതാജിയുടെ ജീവിതം. എങ്കിൽ കൂടെ ഞാൻ പറഞ്ഞു വൃന്ദാവനി ഇനിയും വരണം, എല്ലാ കാർത്തിക്കിലും നമുക്കിതുപോലെ സപ്താഹം വായിക്കണമെന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ആയുസ്സും ആരോഗ്യവും ഒക്കെ മാതാജിക്ക് ഭഗവാൻ കൊടുക്കട്ടെ. മാതാജി ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് വായിക്കാൻ പറ്റില്ല. എനിക്ക് മാതാജി വേണം. അത് ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭഗവാൻ ആയുസ്സും ആരോഗ്യം എല്ലാം കൊടുത്ത് എല്ലാ വർഷവും സപ്താഹം വായിക്കാൻ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വരുന്ന കാർത്തിക്കിൽ സപ്താഹം വായിക്കാൻ മാതാജി സമ്മതിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃന്ദാവനിലോട്ട് വരാം. അതിനുള്ള താമസ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വയ്ക്കാം. ഡേറ്റ് മാതാജി സമയത്തിന് അറിയിപ്പിക്കും. അതുകൊണ്ട് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃന്ദാവനിലോട്ട് വരിക. ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് അതെല്ലാവരും വരിക എന്നുള്ളത്. എല്ലാവരും കൂടി വായിക്കുമ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു 5-6 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അത് അധികം പേരായാൽ വളരെ നന്നായിരിക്കും ആഗ്രഹിക്കുന്നു.
വൃന്ദാവനത്തിൽ ചൂട് തണുപ്പ് ഇത് വളരെ എക്സ്ട്രീമാണെന്നുള്ളത് പറയാറുണ്ട്. സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് പറയാറുണ്ട്. മിക്കവാറും ആളുകൾ അവിടുന്ന് ഈ വല്ലാതെയുള്ള ചൂടും തണുപ്പും വരുമ്പോൾ അവിടുന്ന് തിരിച്ച് വേറെ എവിടേക്കെങ്കിലുമൊക്കെ ഒരു യാത്ര പോകാൻ അങ്ങനെ പതിവുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കാനുള്ളൊരു പ്രചോദനം? അതെങ്ങനെയാണ് ലഭിക്കുന്നത്? അത് മനസ്സുകൊണ്ട് ഭഗവാനോടുള്ള ആ ഒരു പ്രേമം വരുമ്പോൾ നമ്മളെ ഈ ചൂടും തണുപ്പും ഒന്നും അത്ര വലിയൊരു ബുദ്ധിമുട്ടിപ്പിക്കുന്ന മാതിരി തോന്നാറില്ല. വേറെ പറഞ്ഞാൽ ഭഗവാനെ അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ സുഖത്തിനൊരു തണുപ്പ് മാറാനോ ചൂട് കുറയ്ക്കാനോ വേറൊരിടത്തേക്ക് പോകാനുള്ള മനസ്സും എനിക്ക് വരാറില്ല. അതാണ് എൻ്റെ മെയിൻ കാരണം. എനിക്ക് തണുപ്പടിക്കണ്ട് ചൂടടിക്കണ്ട് എങ്കിൽ കൂടെ പോരുമ്പോൾ തോന്നൂല്ലേ ഭഗവാൻ അവിടെ ഉണ്ടല്ലോ, ഭഗവാൻ ഇതെല്ലാം അടിക്കുന്നുണ്ട്. അപ്പോൾ അത് വിട്ടിട്ട് നമ്മൾ നമ്മുടെ സുഖത്തിന് വേറൊരിടത്തേക്ക് പോകാൻ തോന്നാറില്ല. അതാണ് കൂടുതലായ കാരണം. മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നതാണ് അതിൻ്റെ മെയിൻ കാരണം. ഹരേ കൃഷ്ണ. വൃന്ദാവനത്തു നിന്ന് ഭഗവാനെ കാണാനായിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വരെ വന്ന് ഗുരുവായൂരപ്പനെ ദർശിച്ച് ഞങ്ങളോട് ഇതേപോലെ സംസാരിക്കാനുള്ളൊരു ഒരു മനസ്സ് കാണിച്ചു. ഇതിന് വളരെയധികം നന്ദി. ഏറ്റവും കൂടുതൽ ആനന്ദം എന്താണെങ്കിൽ അവർ തിരിച്ച് വൃന്ദാവനത്തിലേക്ക് തന്നെ പോകണം. വൃന്ദാവനം ഗുരുവായൂർ, ഗുരുവായൂർ വൃന്ദാവനം, അങ്ങനെയാണ് അവരുടെ യാത്ര. അതുകൊണ്ട് ഈ യാത്ര മധുരമാണ്, സഫലമാണ്. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ശ്രീല പ്രഭുപാദർ എല്ലാ ഗുരുപരമ്പരകളും അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.